ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇമേജ് പാരാമീറ്റർ. ഇമേജ് പാരാമീറ്ററിൻ്റെ ബേസിസിൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് വരാറുണ്ട്. വളരെ സിമ്പിളാണ്. ചിലപ്പോൾ അതിൻ്റെ ഡിഫിനേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ നമ്മളൊരു നെറ്റ്വർക്ക് എടുക്കുകയാണെങ്കിൽ, സപ്പോസ് ഇഫ് ഐ ആം ഗോയിങ് ടു ടേക്ക് എ നെറ്റ്വർക്ക്, ഒരു 2 പോർട്ട് നെറ്റ്വർക്കാണ്. ഓക്കെ, ദിസ് ഈസ് എ 2 പോർട്ട് നെറ്റ്വർക്ക്. ഈ 2 പോർട്ട് നെറ്റ്വർക്കിൻ്റെ ഒരു ഔട്ട്പുട്ട് പോർട്ടുണ്ട്, ഒരു ഇൻപുട്ട് പോർട്ടുണ്ട്. നമുക്കറിയാം, ഇൻപുട്ട് പോർട്ടിൽ നമ്മൾ കാണിക്കുന്ന വോൾട്ടേജ് V1, കറണ്ട് I1. അതേപോലെ ഔട്ട്പുട്ട് പോർട്ടിൽ കറണ്ട് I2 ആൻഡ് വോൾട്ടേജ് ഇസ് V2. ഇതിൻ്റെ പേരിൽ നമ്മൾ പല നെറ്റ്വർക്ക് പാരാമീറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. Z പാരാമീറ്റർ, Y പാരാമീറ്റർ, H പാരാമീറ്റർ ആൻഡ് T പാരാമീറ്റർ. അപ്പോൾ ആദ്യം നമുക്ക് ഇമേജ് പാരാമീറ്ററിൻ്റെ ഡെഫിനേഷൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് ഈ Z, Y പാരാമീറ്റർ, H പാരാമീറ്റർ, T പാരാമീറ്റർ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഇമേജ് പാരാമീറ്റർ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. സോ ഇമേജ് പാരാമീറ്ററിൻ്റെ ഡെഫിനേഷൻ പറയുന്നത്, ഇഫ് സപ്പോസ് ഐ ആം ഹാവിങ് എ ഇംപിഡൻസ്, ലെറ്റ് മീ യൂസ് എ ഡിഫറെൻറ്റ് കളർ. ഓക്കെ, സപ്പോസ് എൻ്റെ കയ്യിൽ പോർട്ട് 2-ൽ ഞാനൊരു ഇംപിഡൻസ് വെക്കുകയാണ്. ഞാൻ ആ ഇംപിഡൻസിന് കൊടുക്കുന്ന പേര് ZI2. എന്തിനാണ് ZI2 എന്ന പേരിട്ട് ഞാൻ പിന്നെ പറയാം. സപ്പോസ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇംപിഡൻസ് ആണ് സെക്കൻഡ് പോർട്ടിൽ കണക്ട് ചെയ്യുന്നതെങ്കിൽ, ആ സമയത്ത് ഞാൻ ഇവിടുന്ന് ഇൻപുട്ട് ഇംപിഡൻസ് മെഷർ ചെയ്യുകയാണ്. എങ്ങനെയാണ് ഞാൻ മെഷർ ചെയ്യുന്നത്? ഞാൻ മെഷർ ചെയ്യുന്നത് V1/I1 കണ്ടുപിടിച്ചിട്ടാണ്. V1/I1 ഞാൻ കണ്ടുപിടിക്കും എപ്പോൾ ഞാൻ ഔട്ട്പുട്ടിൽ ZI2 ഞാൻ കണക്ട് ചെയ്യുമ്പോൾ, ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമ്പോൾ, സപ്പോസ് ആ സമയത്ത് എനിക്ക് കിട്ടുന്ന വാല്യൂ ZI1 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഞാൻ ആ ZI1 ആണ് ഞാൻ ഇവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത്. ആ കിട്ടിയിരിക്കുന്ന ZI1 ആണ് ഞാൻ ഇവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ ഈ സൈഡിൽ നിന്നുള്ള ഇൻപുട്ട് ഇംപിഡൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണ്. ആ സൈഡിലുള്ള ഇൻപുട്ട് ഇംപിഡൻസിൻ്റെ ഇക്വേഷൻ V2/I2. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന ഇൻപുട്ട് ഇംപിഡൻസ്, അതായത് ഔട്ട്പുട്ട് ഇംപിഡൻസ്, എനിക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് ഇംപിഡൻസ് ZI2 തന്നെയാണ്. അതായത് ഈ നേരത്തെ കണക്ട് ചെയ്ത സാധനമില്ലേ, ആ സെയിം ഇംപിഡൻസ് ആണ് എനിക്ക് ഇവിടുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നതെങ്കിൽ, ഈ രണ്ടെണ്ണത്തിനെ നമുക്ക് ഇമേജ് പാരാമീറ്റർ ആയിട്ട് വിളിക്കാം. എന്തിനാണ് ഇമേജ് പാരാമീറ്റർ എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലായോ? കാരണം ഒന്ന് മറ്റതിൻ്റെ ഇമേജ് പോലെയാണ്. അതായത് ZI2 ഇവിടെ കണക്ട് ചെയ്തിട്ട് ഇവിടുന്ന് നോക്കിക്കഴിയുമ്പോൾ ഇൻപുട്ട് ഇംപിഡൻസ് ZI1 ആണ്. ആ ZI1 ഉള്ള ഒരു ഇംപിഡൻസ് ഞാൻ ഇവിടെ കണക്ട് ചെയ്തിട്ട് ഈ സൈഡിൽ നിന്ന് ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന ഇൻപുട്ട് ഇംപിഡൻസ് ZI2 ആണ്. അപ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ആൻ ഇമേജ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ ഇമേജ് പാരാമീറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ ഇമേജ് പാരാമീറ്ററിനെ നമുക്ക് എങ്ങനെ ഈ Z, Y, H, T വെച്ച് കണ്ടുപിടിക്കാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇമേജ് പാരാമീറ്ററിൻ്റെ ഡെഫിനേഷൻ. അപ്പോൾ നിങ്ങൾക്ക് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം. ഇഫ് ദ ഡ്രൈവിംഗ് പോയിൻ്റ് ഇംപിഡൻസ് അറ്റ് പോർട്ട് 1 with impedance ZI2 connected across port 2 is ZI1, and driving point impedance at port 2 with impedance ZI1 connected across port 1 is ZI2. Then ZI1 and ZI2 are known as the image impedances. ഇതിനെ വിളിക്കുന്ന ഇമേജ് ഇംപിഡൻസസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇമേജ് ഇംപിഡൻസസ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഇമേജ് ഇംപിഡൻസ് ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. പക്ഷെ നിങ്ങളുടെ സിലബസിനകത്ത് ആ ഒരു
ഡെറിവേഷൻ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഡെറിവേഷൻ്റെ പ്രിമൈസ് മാത്രം പറയാം, എന്നിട്ട് അതിൻ്റെ ഫൈനൽ ആൻസർ എഴുതാം. ഓക്കെ, അപ്പോൾ എന്താണ് ഞാൻ ഡെറിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്? എന്താ, ഞാൻ ഇൻപുട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ZI12 കണക്ട് ചെയ്തിട്ട് ZI1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ ZI1 ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന T പാരാമീറ്ററാണ് കേട്ടോ. ZI1 ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്നത്, അതായത് V1/I1 ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും ഇതിനകത്ത്. വെൻ ഐ ആം ഗോയിങ് ടു കീപ്പ് ദിസ് അറ്റ് ദ ഔട്ട്പുട്ട്, ZI2 ഞാൻ ഔട്ട്പുട്ടിൽ വെക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന ബേസിക് ആൻസർ √AB/CD ആണ്. ഓക്കെ, അതേപോലെ ഞാൻ ZI2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ZI1 എന്ന് പറയുന്നത് ഞാൻ ഇപ്പുറത്ത് വെച്ചിട്ട് ഞാൻ ഈ T പാരാമീറ്ററുടെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന ഇക്വേഷൻ V2/I2 എനിക്ക് കിട്ടാൻ പോകുന്നത് √BD/AC എന്നാണ്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ എന്തായാലും ബൈ ഹാർട്ട് ചെയ്യണം. കാരണം ഇതാണ് ഇമേജ് പാരാമീറ്റർ, അല്ലെങ്കിൽ ഇമേജ് ഇംപിഡൻസസ് വിത്ത് റെസ്പെക്ട് ടു T പാരാമീറ്റർ. അപ്പോൾ ജനറലി ചോദിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണ്? ജനറലി ചോദിക്കുന്നത്, ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ടാവും, അതിൻ്റെ ഇമേജ് പാരാമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഇമേജ് ഇംപിഡൻസസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറയും. അതായത് ZI1ഉം ZI2ഉം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറയും. ഇപ്പോൾ നമ്മൾക്ക് T പാരാമീറ്റർ അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇക്വേഷൻ അതിനകത്ത് അപ്ലൈ ചെയ്താൽ മതി. ചിലപ്പോൾ 3 മാർക്സിന് ചോദിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ഒരു T പാരാമീറ്റർ ഒരു നെറ്റ്വർക്കിൻ്റെ തന്നിട്ട് അതിൻ്റെ ഇമേജ് പാരാമീറ്റർ അല്ലെങ്കിൽ ഇമേജ് ഇംപിഡൻസസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ നമുക്ക് നേരെ ഈ ഇക്വേഷൻ നേരെ അതിലേക്ക് നേരെ ABCDയുടെ വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ZI1ഉം ZI2ഉം കിട്ടും. ഇനി നമുക്കിവിടെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഗതി നോക്കാം. ഈ ഇക്വേഷനിലോട്ട് എത്താൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? വേറൊരു വഴിയുണ്ട്. അപ്പോൾ ആ ഡെറിവേഷൻ നിങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് ആ ഒരു ഇക്വേഷൻ വെച്ച് കിട്ടാൻ പോകുന്ന ഒരു ആൻസർ ഉണ്ട്. സപ്പോസ് ഞാൻ ട്രൈ ചെയ്യുന്നത്, ഐ ആം ട്രൈങ് ടു ഫൈൻഡ് ഔട്ട്, ലെറ്റ് മീ യൂസ് എ ഡിഫറെൻറ്റ് ഇങ്ക്. സപ്പോസ് ഞാൻ ട്രൈ ചെയ്യുന്നത് ഒരു T പാരാമീറ്ററുടെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നത് ഫോർ ഫൈൻഡിങ് ഔട്ട് സംതിങ് ദാറ്റ് ഈസ് നോൺ ആസ് ഷോർട്ട് സർക്യൂട്ട് ഇൻപുട്ട് ഇംപിഡൻസ്, ലൈക്ക് ഇൻപുട്ട് ഇംപിഡൻസ് വിത്ത് ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ട്. അതായത് സപ്പോസ് ഞാൻ ഈ ഔട്ട്പുട്ട് ഷോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ഔട്ട്പുട്ട് ഷോർട്ട് ചെയ്തു. ഔട്ട്പുട്ട് ഷോർട്ട് ചെയ്തപ്പോൾ V2 എന്തായി? V2 0 ആയി. ഓക്കെ, നൗ ഐ ആം ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ഇൻപുട്ട് ഇംപിഡൻസ്. എന്താണ് ഇൻപുട്ട് ഇംപിഡൻസ്? ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ V1/I1. ഐ ആം ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് V1/I1 വെൻ ദിസ് ഇസ് ഷോർട്ട് സർക്യൂട്ടഡ്. അപ്പോൾ V1/I1 എന്ന് പറഞ്ഞാൽ V2 0 ആയി. V2 0 ആയെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നോക്കിക്കേ, V2 0 ആയെങ്കിൽ സിയുടെ കൂടെയും 0 മൾട്ടിപ്ലൈ ആയി, എയുടെ കൂടെയും 0 മൾട്ടിപ്ലൈ ആയി. ബാക്കി എന്താണ് റിമൈനിങ്? -BI2 ഡിവൈഡഡ് ബൈ -DI2. ആ മൈനസും ക്യാൻസലായി, I2ഉം ക്യാൻസലായി. സോ ബേസിക്കലി ഐ വിൽ ഗെറ്റ് -BI2 ഡിവൈഡഡ് ബൈ -DI2. ഈ മൈനസും I2ഉം ക്യാൻസലായി, ബാക്കി നമുക്ക് കിട്ടുന്നത് എന്താ? BD. സോ ഇത് ഞാൻ പറയുന്നത് എന്താ? ഇൻപുട്ട് ഇംപിഡൻസ് വെൻ ഔട്ട്പുട്ട് ഈസ്, ഞാൻ എന്താ ചെയ്തത്? ഔട്ട്പുട്ടിനെ ഞാൻ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് പോർട്ട് 1 എന്നുള്ള ഇൻപുട്ട് ഇംപിഡൻസ് ആണ് നോക്കുന്നത്. സോ ദിസ് ഇസ് SC1. എന്നിട്ട് ഞാൻ ഇതിനെ വിളിക്കുന്നത് പേര് ഇൻപുട്ട് ഇംപിഡൻസ് വിത്ത് ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ടഡ്. ഓക്കെ, ഇനി വേറൊരു കാര്യം നോക്കാം. നമുക്ക് ഇൻപുട്ട് ഇംപിഡൻസ് കണ്ടുപിടിച്ചതുപോലെ തന്നെ നമുക്ക് ഇൻപുട്ട് ഇംപിഡൻസ് വിത്ത് ഔട്ട്പുട്ട് ഓപ്പൺ സർക്യൂട്ടഡ് നോക്കാം. അപ്പോൾ ഓപ്പൺ സർക്യൂട്ടഡ് നോക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? നമുക്കിവിടെ ഇത് ഓപ്പൺ ആയി.
ഇത് ഓപ്പൺ ആയപ്പോഴത്തേക്ക് ഇനി V2 അല്ല 0, ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. അത് കാരണം നമുക്ക് I2 ഈസ് ഈക്വൽ ടു 0 ആവുകയാണ്. സോ ദിസ് ഈസ് ഇൻപുട്ട് ഇംപിഡൻസ് വിത്ത് ഔട്ട്പുട്ട് ഓപ്പൺ സർക്യൂട്ടഡ്. ഇൻപുട്ട് ഇംപിഡൻസ് എന്താണ്? ഇൻപുട്ട് ഇംപിഡൻസ് ഇതിനകത്ത് പറയുന്നത് ആ 1 ആണ്. ഓക്കെ, ദിസ് 1 ഈസ് ബേസിക്കലി ടെല്ലിങ് ദാറ്റ് ദിസ് ഈസ് ഇൻപുട്ട് ഇംപിഡൻസ് ആൻഡ് OC സേസ് ദാറ്റ് അതൊരു ഔട്ട്പുട്ട് ഞാൻ ഓപ്പൺ സർക്യൂട്ടഡ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇൻപുട്ട് ഇംപിഡൻസ് നോക്കുമ്പോൾ അഗെയിൻ V1/I1 എടുക്കണം. പക്ഷേ എന്താ ചെയ്യേണ്ടത്? ഇതിനകത്ത് I2 0 ഇടണം. അപ്പോൾ ഇതിനകത്ത് I2 0 ഇട്ടാൽ ഇത് രണ്ടും 0 ആയി. ബാക്കി റിമൈനിങ് എന്തായിരിക്കും? A/C. അപ്പോൾ നോക്കിക്കേ, ഈ ഒരു ഇക്വേഷൻ നോക്ക്. ലുക്ക് അറ്റ് ദിസ് ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷനിൽ A/Cയുടെ ഒരു വാല്യൂ നമ്മൾ B/Dയുടെ കൂടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. കറക്റ്റ് അല്ലേ? A/Cയുടെ ഒരു വാല്യൂ ഞാൻ B/Dയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. B/D എന്താണ്? B/D എന്ന് പറയുന്നത് Z ഷോർട്ട് സർക്യൂട്ടഡ് ഇൻപുട്ട് ഇംപിഡൻസ് ഫ്രം 1 അല്ല, ഇൻപുട്ട് ഇംപിഡൻസ് വിത്ത് ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ടഡ് അല്ലേ? അതേപോലെ AC എന്താണ്? Z OC1. നോക്കിക്കേ, ഇത് തന്നെയല്ലേ? സോ വാട്ട് ഈസ് Z OC1? ഇൻപുട്ട് ഇംപിഡൻസ് വിത്ത് ഔട്ട്പുട്ട് ഓപ്പൺ സർക്യൂട്ടഡ്. ഇത് രണ്ടിൻ്റെയും മേളിൽ ഒരു റൂട്ട് വെച്ചിട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ എനിക്ക് ഡയറക്റ്റ്ലി ZI1 കിട്ടും. മനസ്സിലായില്ലേ? എനിക്ക് ZI1 കിട്ടും. സോ ZI1 കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്പെരിമെൻ്റലി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഔട്ട്പുട്ടിൽ ഇതേപോലെ ഓപ്പൺ സർക്യൂട്ടോടോ ഷോർട്ട് സർക്യൂട്ടോടോ ആക്കിയിട്ട് ഈ രണ്ട് വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കിക്കേ, ഈ രണ്ട് വാല്യൂസ് ഇതിനകത്തുനിന്ന് മാത്രമല്ല, വേണമെങ്കിൽ നമുക്ക് Z പാരാമീറ്ററിൽ നിന്നും കണ്ടുപിടിക്കാം, Y പാരാമീറ്ററിൽ നിന്നും കണ്ടുപിടിക്കാം, H പാരാമീറ്ററിൽ നിന്നും കണ്ടുപിടിക്കാം. അത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. പക്ഷേ നെക്സ്റ്റ് ഇനി ZI2 എന്താ? നോക്കിക്കേ, ഇവിടെ BD ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ BD ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം വേണ്ട. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ഞാൻ ഇൻപുട്ട് ഇംപിഡൻസ് അല്ലേ എടുത്തത്, ഞാൻ ഇനി ഔട്ട്പുട്ട് ഇംപിഡൻസ് എടുക്കാം. അപ്പോൾ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു പോർട്ട് 2 ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു പോർട്ട് 2 ആണ് നമ്മൾ നോക്കുക. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു പോർട്ട് 2 എന്ന് പറഞ്ഞാൽ പോർട്ട് 2-ൽ എന്താണ് വോൾട്ടേജ് ആൻഡ് കറണ്ട്? V2 ആൻഡ് I2 ആണ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് വാല്യൂസ് കിട്ടുന്നതെന്ന് നോക്കിയിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂ ഏതാണ് Z12യുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പിന്നെ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഇൻപുട്ട് ഇംപിഡൻസ് അല്ല, ഞാൻ ഇനി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഔട്ട്പുട്ട് ഇംപിഡൻസ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക? Z2. ഇതിന് രണ്ട് കേസുണ്ട്, ഷോർട്ട് സർക്യൂട്ട് ആൻഡ് Z2 ഓപ്പൺ സർക്യൂട്ട്. അതായത് ഔട്ട്പുട്ട് ഇംപിഡൻസ് വിത്ത് ഇൻപുട്ട് ഷോർട്ട് സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ഷോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായി? V1 = എന്തായി? 0 ആയി. അപ്പോൾ V1 0 ആയി കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ ആക്ച്വലി ഇത് കംപ്ലീറ്റ്ലി 0 ആയി, ഇത് 0 ആയി. V1 = 0 ആയി. കറക്റ്റ്? V1 = 0 ആയി കഴിഞ്ഞാൽ ഞാൻ ഇതിനെ ഇനി ഞാൻ റീഅറേഞ്ച് ചെയ്യണം. ഓക്കെ, ഞാൻ ഇതിനെ റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ വാട്ട് വിൽ ഐ ഗെറ്റ്? സി, ലുക്ക് അറ്റ് ദിസ് ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷനെ തന്നെ നോക്കുക. ഐ ഗോട്ട് AV2 മൈനസ് BI2 = 0. ഇതിനകത്ത് നോക്കിക്കേ, V2 ആൻഡ് I2 ഇത് ഞാൻ അപ്പുറത്തോട്ട് എടുക്കുകയാണെങ്കിൽ വാട്ട് വിൽ ദിസ് ബിക്കം? ദിസ് വിൽ ബിക്കം AV2 = BI2. ഇതിനകത്ത് I2 ഇപ്പുറത്തെടുക്കാം. സോ ഐ വിൽ ഗെറ്റ് V2/I2 = വാട്ട് വിൽ ഐ ഗെറ്റ്? എനിക്ക് കിട്ടാൻ പോകുന്ന ആൻസർ B/A. Correct? So I will write here output impedance with input short circuited is V2/I2. I get B/A. Okay.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഓപ്പൺ സർക്യൂട്ടഡ് ആക്കുന്നു. ഇതിനെ ഓപ്പൺ സർക്യൂട്ടഡ് ആക്കുകയാണെങ്കിൽ I1 എന്തായി? I1 0 ആയി. ഇവിടെ I1 ഈസ് ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ എന്താണ് ബാക്കി റിമൈനിങ്? I will get CV2 is equal to DI2 കിട്ടും. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് V2/I2 ഇവിടെ എന്ത് കിട്ടും? I will get D/C. So I will write here V2/I2 is equal to D/C. ഇനി അത് നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഇവിടെ ZI2ൻ്റെ ഇക്വേഷൻ എനിക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. സോ I will write ZI2 is equal to under root of ഏതാണ്? BA എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വരുന്നത്? SC2 multiplied with ZOC2. ഇത് രണ്ടിൻ്റെയും കൂടി multiplication and under root. That is what is going to be your ZI2. അപ്പോൾ ഇത് ഞാൻ ഈ രണ്ട് ഇക്വേഷൻ ആദ്യം കണ്ടുപിടിച്ചു. അതിന് ശേഷം ഞാൻ ഔട്ട്പുട്ട് ഇംപിഡൻസ്, ഇൻപുട്ട് ഇംപിഡൻസ് വിത്ത് ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ടഡ്, ഓപ്പൺ സർക്യൂട്ടഡ് എല്ലാം വെച്ചിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടാണ് എനിക്ക് ബേസിക്കലി ഇത് കിട്ടിയത്. പക്ഷേ ഇതൊരു സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്. ഏതാണ് ഈ പറയുന്ന ഇക്വേഷൻ? ഒരു സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്. ലെറ്റ് മീ ചേഞ്ച് ദിങ്. ഓക്കെ, ഇതൊരു സ്റ്റാൻഡേർഡ് ഫോർമുലയായി. ഇനി ഈ സ്റ്റാൻഡേർഡ് ഫോർമുല ഞാൻ ഈ ബാക്കിയുള്ള ഇക്വേഷൻസിൽ ഉപയോഗിക്കും. എങ്ങനെയാണ്? നമുക്ക് Z പാരമീറ്ററിൽ ZOC1, ZSC1 എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതൊന്നും നിങ്ങൾ ഡെറിവേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ സപ്പോസ് ZOC1 കണ്ടുപിടിക്കണം. അപ്പോൾ ZOC1 എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെയാണ്? OC1 ആണെങ്കിൽ നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് V1/I1 when output is open circuited. ഓപ്പൺ സർക്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ I2 എന്തായി? I2 0 ആയി. അങ്ങനെ I2 0 ആയെങ്കിൽ നമുക്കിവിടെ I2 0 ആക്കാം. I2 രണ്ടെണ്ണം 0 ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഈ ഒരു ഫസ്റ്റ് ഇക്വേഷൻ മാത്രം നോക്കാം. ഫസ്റ്റ് ഇക്വേഷനിൽ വി വിൽ ഗെറ്റ് V1 is equal to Z11I1. അങ്ങനെയാണെങ്കിൽ V1/I1 എന്തായി? Z11 ആയി. അപ്പോൾ ശരിക്കും ZOC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z പാരാമീറ്ററിനെ സംബന്ധിച്ചിടത്തോളം അത് Z11 ആണ്. അതേപോലെ ZOC2, ലെറ്റ്സ് സേ ZOC2 ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ ZOC2 എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഇൻപുട്ട് ഇംപിഡൻസ് കണ്ടുപിടിക്കണം, ഔട്ട്പുട്ട് ഇംപിഡൻസ് കണ്ടുപിടിക്കണം വിത്ത് ഇൻപുട്ട് ഓപ്പൺ സർക്യൂട്ടഡ്. അതായത് I1 0 ആക്കണം. I1 0 ആക്കുമ്പോൾ ഇവിടെ ഏതാ? ഇത് രണ്ടും 0 ആയി. കറക്റ്റ്? ഇവിടെ I1 0 ആവും. ഇവിടെ I1 0 ആയാൽ V1/I2 ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ I1 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? V2/I2. V2/I2 നമുക്ക് എന്ത് കിട്ടും? V2/I2 ഈ പർട്ടിക്കുലർ ഇക്വേഷനിൽ നിന്ന് ആ സമയത്ത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന Z22. അതുപോലെ തന്നെ ZSC1 ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ, അതായത് പോർട്ട് 1ൽ നിന്ന് നോക്കിയിട്ട് ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. അതായത് ഇത് ഞാൻ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുകയാണ്. എന്നിട്ട് അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ V2 എന്താവും? V2 0 ആവും. അപ്പോൾ V2 ഇവിടെ 0 ആയി കഴിഞ്ഞാൽ നമുക്ക് I1 I2ൻ്റെ ഒരു ഇക്വേഷൻ കിട്ടും. ആ I1 I2യുടെ ഇക്വേഷനിൽ നിന്ന് I2 എന്താണെന്ന് കണ്ടുപിടിച്ച് ആ I2 മേളിലത്തെ ഇക്വേഷന് ഇടണം. അപ്പോൾ നമുക്ക് ഇവിടെ V2 0 ആയി. I1 I2യുടെ ഒരു ഇക്വേഷൻ കിട്ടും. ആ I1 I2യുടെ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം അതിനകത്തുനിന്ന് I2 കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ Z21, Z22 പിന്നെ I1ൻ്റെ ടേംസിൽ കിട്ടും. അപ്പോൾ മേളിൽ ഇവിടെ ഒരു ഇക്വേഷൻ I2 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇവിടെ കിട്ടാൻ പോകുന്ന ഫുൾ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് I1 ആയിരിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെയാണെങ്കിൽ V1/I1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഞാൻ V1/I1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന Z പാരാമീറ്ററിൽ ΔZ ഡിവൈഡഡ് ബൈ Z22 എന്നാണ്. ഓക്കെ, അതേപോലെ ZSC2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുന്ന് നോക്കുമ്പോൾ ഇത് ഷോർട്ട് സർക്യൂട്ട് ആക്കിയിട്ട് എന്താണ് നമുക്ക് ഔട്ട്പുട്ട് ഇംപിഡൻസ് കിട്ടാൻ വേണ്ടി പോകുന്നത്? ദാറ്റ് മീൻസ് V2/I2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ ഇതിനകത്ത് V1 = 0 ആവും. V1 ഇതേപോലെ 0 ആക്കിയതിന് ശേഷം ഈ ഒരു ഇക്വേഷനകത്തുനിന്ന് I2ൻ്റെ ടേംസ് കണ്ടുപിടിച്ചിട്ട് I2ൻ്റെ ടേംസ്
വിത്ത് റെസ്പെക്ട് ടു I1 കണ്ടുപിടിച്ചിട്ട് ആ I1 ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എനിക്ക് V2 ആൻഡ് I2 ടേംസിൽ ഒരു ഇക്വേഷൻ കിട്ടും. ആ V2 ആൻഡ് I2 ടേംസിലുള്ള ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ZSC2 എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഡെൽറ്റ Z ബൈ Z11 ആണ്. അപ്പം ഇമേജ് പാരാമീറ്റർ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? ZI1 എന്ന് പറഞ്ഞാൽ ZOC1 എന്താണ്? Z11. ZSC1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ്. സോ ഡെൽറ്റ Z ഇൻറ്റു ഡെൽറ്റ Z ഡിവൈഡഡ് ബൈ Z22. അതാണ് എൻ്റെ ZI1. അതേപോലെ ZI2 എന്തായിരിക്കും? ZI2 എന്ന് പറഞ്ഞാൽ അണ്ടർ റൂട്ട് ഓഫ് ZSC2 ഇൻറ്റു ZOC2. ZSC2 എന്താണ്? ഇതാണ് ZSC2 ആൻഡ് ഇതാണ് ZOC2. സോ ഇത് രണ്ടും ഞാൻ നോക്കുകയാണെങ്കിൽ ഡെൽറ്റ Z ഇൻറ്റു Z22 ഡിവൈഡഡ് ബൈ Z11. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. ഇതാണ് നമുക്ക് Z പാരാമീറ്ററിൻ്റെ ടേമിൽ ഇമേജ് ഇംപിഡൻസ് കണ്ടുപിടിച്ചിരിക്കുന്നതാണ് ഈ ഇക്വേഷൻ. ഇതുപോലെ നമുക്ക് ഈ ZOC1 ZOC2 വിത്ത് റെസ്പെക്ട് ടു H വിത്ത് റെസ്പെക്ട് ടു Y എല്ലാം കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ്? എന്താണ്? സോ ഇതാണ് ZSC1 ZOC1 ZSC2 ഈ ഓരോ വാല്യൂ വിത്ത് റെസ്പെക്ട് ടു T പാരാമീറ്റർ ഓർ വിത്ത് റെസ്പെക്ട് ടു Z പാരാമീറ്റർ ഓർ വിത്ത് റെസ്പെക്ട് ടു Y പാരാമീറ്റർ അല്ലെങ്കിൽ H പാരാമീറ്റർ. നിങ്ങൾക്കിത് യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് ZI1 കണ്ടുപിടിക്കാം. ഇഫ് വി ഹാവ് ദ ഇക്വേഷൻ ZSC1 ഇൻറ്റു ZOC1. അതേപോലെ ZI2 കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇഫ് ഐ ആം ട്രൈങ് ടു മൾട്ടിപ്ലൈ ZSC2 ഞാൻ കുറച്ചുകൂടി വൃത്തിക്ക് എഴുതട്ടെ. ZSC2 ZSC2 ഇൻറ്റു ZOC2 ഏതൊരു വാല്യൂ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇതെന്താണ്? ഇതിൻ്റെ പേര് ഇമേജ് ഇംപിഡൻസസ്. പക്ഷേ ഇമേജ് ഇംപിഡൻസസ് എന്ന് പറയുന്നത് ഇമേജ് പാരാമീറ്ററിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഓക്കെ, ഇമേജ് പാരാമീറ്ററുടെ ഒരു ഭാഗം മാത്രമാണ് ഇമേജ് ഇംപിഡൻസ്. വേറൊരു സാധനവും കൂടിയുണ്ട്, ആൻഡ് ദാറ്റ് ഈസ് ദ വാല്യൂ ഫൈ. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഇമേജ് ട്രാൻസ്ഫർ കോൺസ്റ്റൻറ്റ് ഫൈ. ഇതിനെ എന്താ വിളിക്കുന്നത് നമ്മൾ? ഇമേജ് ട്രാൻസ്ഫർ കോൺസ്റ്റൻറ്റ് ഫൈ. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ tan H ഇൻവേഴ്സ്, അതായത് ഹൈപ്പർബോളിക് tan ഇൻവേഴ്സ് അണ്ടർ റൂട്ട് ഓഫ് ZSC ZSC1 ഡിവൈഡഡ് ബൈ ZOC1. അല്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ tan H ഇൻവേഴ്സ് റൂട്ട് അണ്ടർ റൂട്ട് ZSC2 ഡിവൈഡഡ് ബൈ ZOC2. അപ്പോൾ ശരിക്കും നിങ്ങൾ എത്രയാണ് ബൈഹാർട്ട് ചെയ്യേണ്ടത്? ബൈഹാർട്ട് ചെയ്യേണ്ട മെയിൻലി ഇത്രയും കാര്യങ്ങളാണ്. ഈ ഇക്വേഷൻസ് ആണ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ടത്. ജനറലി T പാരാമീറ്ററിൻ്റെ ടേംസിലാണ് നമ്മൾ പറയേണ്ടതെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷനും കൂടി ജസ്റ്റ് ബൈഹാർട്ട് ചെയ്താൽ മതി. അത് ZI1 നമ്മൾ ആദ്യം ചെയ്തത് AB ബൈ CD. അതേപോലെ ZI2 ഇസ് ഈക്വൽ ടു അണ്ടർ റൂട്ട് ഓഫ് BD ബൈ AC. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് നമ്മൾ ഒന്ന് ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇമേജ് പാരാമീറ്ററിൻ്റെ ഏതൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.